ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അമ്പിളി ഭവനിൽ ഉപഭോക്തൃ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും നടത്തി. സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഉപഭോക്തൃ നിയമം വേണ്ടത്ര ഫലവത്തായി നടപ്പാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ ഉപഭോക്തൃ ചൂഷണത്തിന് വിധേയരാകുകയാണ്. ബോധവൽക്കരണത്തിന്റെ കുറവ് മൂലം സർക്കാരിന്റെ പല നടപടികളും വിഫലമാകുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വളരെ വ്യക്തമായി പറഞ്ഞു. 86 വരെ ഇങ്ങനൊന്നുമില്ല. 86 വരെ ഇങ്ങനൊന്നുമില്ല. എന്താ ഞാനൊന്നുമില്ല പറയാൻ? ഞാൻ ഈ വടക്കാഞ്ചേരിക്കടുത്ത് ഇത്തിരി ഉൾപ്രദേശത്ത് കുറച്ചു കാലം ജീവിച്ചാണ്. കുറച്ചു കാലം ജീവിക്കാന്ന് വെച്ചാൽ ഞാൻ ജനിച്ചിട്ട് അധികമാവുന്നതിന് മുമ്പ് കുറച്ച് മാസങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതെനിക്ക് വലിയ ധാരണയൊന്നുമില്ലാത്ത കാലത്താണ്. പിന്നീട് ഒരു 2 ഘട്ടമായിട്ട് കുറച്ച് കാലം താമസിച്ചു. അന്ന് 1972 ഞാൻ ഒരു അതിഥിയായിട്ട് ജീവിച്ചിരുന്ന വീട്ടിലെ എൻ്റെ ഉടമസ്ഥൻ പറയുമായിരുന്നു, മാഷ ഇവിടെ ഇത്തിരി അതിശയോക്തി ഉണ്ടല്ലോ. 2 സാധനം മാത്രമേ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുള്ളൂ. ഒന്ന് ഉപ്പാണ്. ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടെ അപ്പം തന്നെ കൊടുത്തു. പറഞ്ഞാൽ ഈ ഉപ്പ് സത്യാഗ്രഹം കണ്ടിട്ടുണ്ടോ? എന്താ ഈ ഉപ്പുമ്മ തൊട്ടെ? ഗാന്ധി ഉപ്പുമ്മ തൊടാനുള്ള കാരണം ഉപ്പ്. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷനായി. സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉപകരിക്കും വിധം നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന്റെ തുടർച്ചയാണ് ഡിസംബർ 24 നമ്മളുടെ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ തലത്തിൽ ഇതുപോലെയുള്ള സംഘടനാ തലത്തിലൊക്കെ ഈ ദിനം ആചരിക്കുന്നുണ്ട്. അറിയാവുന്നവർ ആചരിക്കുന്നുണ്ട്, അറിയാത്തവർ ആചരിക്കുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ ജില്ലാ ആസ്ഥാനമായ അയ്യന്തോളിൽ ഉപഭോക്തൃ കമ്മീഷൻ്റെ ജില്ലാ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ദിനാചരണം നടക്കുന്നുണ്ട്. നമ്മുടെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രശസ്ത മാധ്യമ പ്രവർത്തക മിനി മുരിങ്ങത്തേരി മുഖ്യപ്രഭാഷണം നടത്തി. അനാശാസ്യ പരസ്യങ്ങൾ മൂലമാണ് ഉപഭോക്താക്കൾ അധികവും ചൂഷിതരാകുന്നതെന്ന് അവർ ദൃഷ്ടാന്തീകരിച്ചു. ഉപഭോക്തൃ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ സർക്കാർ അധികാരികൾ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവരെ സമീപിക്കുന്നത് നമുക്ക് ഇപ്പോ ഒരു എന്താ പറയാ കൗതുക വാർത്തയാണ്. അത്തരത്തിൽ അതാണ് അതിന്റെ തമാശ. നമ്മുടെ ഒരു വലിയ റൈറ്റ് ആയിട്ടുള്ള സാധനം അത്തരത്തിൽ പോകുന്ന ആളുകളുടെ ന്യൂസ് നമുക്കിപ്പോ ഒരു കൗതുക വാർത്തയാണ്. എനിക്ക് കുറെ നാൾ മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ചില ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിൻ ഷട്ടർ അടയ്ക്കാൻ പറ്റുന്നില്ല. ട്രെയിനിന്റെ ഷട്ടർ അടയ്ക്കാൻ പറ്റുന്നില്ല. ഷട്ടർ അടയ്ക്കാൻ പറ്റാതെ മഴ കൊണ്ടിട്ട് ഒരാളുടെ കയ്യിൽ ഫയലിംഗ് അയാളുടെ ഫയലിംഗ് നാശമായിരുന്നു. അയാൾ കൺസ്യൂമർ കോർട്ടിൽ പോയി അയാൾ ഫേവറബിൾ ആയിട്ടുള്ള ഓർഡർ വാങ്ങിയെടുത്തു റെയിൽവേക്കെതിരായിട്ട്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയാ കൗതുക വാർത്തകൾ. നമ്മുടെ ടൈംസ് നമ്മുടെ കൗതുക വാർത്തകൾ എത്ര കേൾക്കുന്നത്. ഇപ്പോ ഈ കെ എ ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, ടി എൻ നമ്പീശൻ, കെ എച്ച് സിദ്ദിഖ്, വി അനിരുദ്ധൻ, സാലി തോമസ്, മാരിയിൽ രാമചന്ദ്രൻ, നിഖിൽ വി എം എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മിനി മുരിങ്ങത്തേരി കേക്ക് മുറിച്ച് സൗഹൃദം പങ്കിട്ടു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. ദേശീയ ജോയിന്റ് സെക്രട്ടറി കെ നന്ദകുമാർ സ്വാഗതവും വിജിലൻസ് കൺവീനർ ജോൺസൺ കുന്നംപിള്ളി നന്ദിയും പറഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു.
ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.